മാഡത്തിന്റെ ഓഫീസ് എവിടെയാ? ഫോൺ നമ്പർ മീറ്റിംഗ് മൂവ്മെന്റ് രജിസ്റ്റർ ഇല്ലേ? ഒന്ന് വന്നോട്ടെ സാർ. ഈ ഫയൽസ് ഉണ്ടോ? ശരി. ഒരു പ്രതികരണം. ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ പരാതികളാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ വന്നാൽ ഓഫീസിൽ ആരുമില്ല, ഓഫീസ് അടച്ചിടുന്നു, ആരുമില്ല എന്നുള്ള പരാതി. ഇത് തുടർച്ചയായി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പെട്ടെന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ പരിശോധനയിലും വന്നിട്ടുള്ള പരാതികളിലെ ചില കാര്യങ്ങൾ ന്യായമാണെന്നാണ് ബോധ്യപ്പെട്ടില്ല. ബാക്കി കാര്യങ്ങൾ പരിശോധിക്കണം. അതിൻ്റെ രജിസ്റ്ററാണ് ഇപ്പോൾ ഇതിൽ അറ്റൻഡൻസ് രജിസ്റ്റർ, അതുപോലെ മൂവ്മെൻറ്റ് രജിസ്റ്റർ, ഡെയിലി ക്യാഷ് രജിസ്റ്റർ, കാഷ്വൽ ലീവ് രജിസ്റ്റർ, ഇ ഓഫീസ് പ്രോഗ്രസ്. ഇതിൽ ആദ്യ 4 ഇ ഓഫീസ് പ്രോഗ്രസ് ഒഴികെ മറ്റ് 4 പരിശോധിച്ചപ്പോൾ പരാതിയിൽ ചില കാര്യങ്ങൾ വസ്തുതയാണ് തോന്നുന്നത്. അപ്പോൾ ചീഫ് എഞ്ചിനീയറും കൂടി ഇങ്ങോട്ട് വരേണ്ടതുണ്ട്. വിവിധ വകുപ്പുകളുടെ ഒട്ടേറെ പ്രവർത്തികൾ ഇവിടെയുണ്ട്. ആ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളിൽ നിന്ന് വരുന്നവർക്കും ഇത്തരത്തിലൊരു നെഗറ്റീവ് അപ്രോച്ച് പൊതുവേ ഉണ്ടെന്ന് പറയുന്നു. ജീവനക്കാർ ഓഫീസിൽ വരാതെ പോകുന്നു. ഇപ്പോൾ ഇത് പരിശോധിച്ചപ്പോൾ തന്നെ ദീർഘകാലം ഏണ്ട് ലീവ് എടുത്ത ആളുകളുണ്ട്, വരാത്ത ആളുകളുണ്ട്, വന്ന് ഒപ്പിട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. രാവിലെ വരിക, ഒപ്പിടുക, പോവുക, പിന്നെ 2 ദിവസം കഴിഞ്ഞ് വരിക എന്ന രീതിയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നത് ശരിവെക്കുന്ന നിലയാണ്. വളരെ ഗൗരവമുള്ള വിഷയം. അങ്ങനെയൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്ന കാര്യമില്ല. പ്രത്യേകിച്ച് തലസ്ഥാനത്തെ ഓഫീസാണ്, പ്രധാനപ്പെട്ട ഓഫീസാണ്. കെട്ടിട വിഭാഗം എന്ന് പറഞ്ഞാൽ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളും ബിസി ഷെഡ്യൂളുമുള്ള ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിലെ നഗര തലസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള ഓഫീസിൻ്റെ ഈ സ്ഥിതി എന്തായാലും തിരുത്തപ്പെടേണ്ടതാണ്. തയ്യാറാകാത്തവരെ അതേ അർത്ഥത്തിൽ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചീഫ് എഞ്ചിനീയർ അടുത്തതിൻ്റെ എല്ലാ രേഖകളും വെച്ചുകൊണ്ട് അവർ പരിശോധിച്ച് സത്വരം നടപടികൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകണം. അല്ല, ഇവിടെയുള്ള ആളുകളിൽ ഇപ്പോൾ പകുതിയിലധികം ആളുകളില്ല. പിന്നെ ഉള്ളവർ തന്നെ പൂർണ്ണമായിട്ടില്ല. അവരതിൽ കൃത്യമായിട്ടൊരു വിവരവുമില്ല. അങ്ങനെയും ഇപ്പോൾ വന്നിട്ടുണ്ട്. ആവശ്യപ്പെട്ട രേഖകളില്ലാത്ത സ്ഥിതി വരുന്നുണ്ട്. ഇത് വന്ന് പരിശോധിച്ച് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളില്ല എന്നെങ്കിൽ ഗൗരവമുള്ള വിഷയമാണല്ലോ. ഇത് ഗൗരവമാണ്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ചീഫ് എഞ്ചിനീയർ നേരിട്ട് വരികയാണ്. ചീഫ് എഞ്ചിനീയർ കൂടി നോക്കി ചെക്ക് ചെയ്ത് വേണ്ട നടപടി, ശക്തമായ നടപടി സ്വീകരിച്ചു വേണം. ഇത്തരം തെറ്റായ പ്രവണതകളോട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് മറ്റെല്ലാവർക്കുള്ളൊരു സന്ദേശം കൂടിയാണ്, മറ്റെല്ലാ ഓഫീസിലുള്ള സന്ദേശമാണ്. ആ നിലയിൽ തന്നെയാണ് ഞങ്ങളിതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്.